എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർ ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. അതുമല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാലും മതി. ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പപ്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 3 സവോള ചെറുതായിട്ടരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, ഇവയെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 4 മുട്ട ഉപയോഗിച്ചിട്ടുള്ള പപ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരുവിധം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കളർ മാറേണ്ട ആവശ്യമില്ല. സവോളയൊക്കെ ഇവിടെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ പൊടികൾ ചേർക്കുമ്പോൾ ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. പൊടികൾ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ആ ഒരു ചെറിയ മണം കിട്ടും. അതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പപ്സിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഷീറ്റ് പരത്തിയെടുക്കാം. ഷീറ്റ് പരത്തുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഒരു ഷീറ്റ് 4 ഇവിടെ മുറിച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഒരു മുട്ടയുടെ പകുതി കമഴ്ത്തി വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്തായിട്ട് ഇതുപോലെ മുട്ടയൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നേരെയൊന്ന് മടക്കി കൊടുക്കാം. ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഓരോ ഭാഗമായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. ഇനി ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം ബേക്ക് ചെയ്യാനുള്ള പപ്സ് ഇതിലേക്ക് വയ്ക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മുട്ട തേച്ച് കൊടുക്കണം. മുട്ട ഇതുപോലെ തേച്ച് കൊടുക്കുമ്പോൾ ഇത് ഒഴുകി പാത്രത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്രത്തിലേക്ക് ഒഴുകി വീണിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇത് ബേക്കായി കഴിയുമ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ അടിഭാഗം പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനിതൊരു പഴയ പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ചെറിയ കുക്കറിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ പഴയ ഉപയോഗിക്കാത്ത പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ നല്ലത്. പ്രഷർ കുക്കർ ഒരു 5 മിനിറ്റ് തീ കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം അതിലേക്കൊരു തട്ടിട്ട് കൊടുത്ത് പപ്സ് അതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കണം. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് പപ്സ് റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ ചെയ്തതിൽ അലൂമിനിയം പ്രഷർ കുക്കറിലേതാണ് പെട്ടെന്ന് റെഡിയായി വന്നത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ നല്ല പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.